ഹായ്, എൻ്റെ പേര് രാജേഷ്. ഞാൻ ട്രിപ്പിൾ ഐ കൊമേഴ്സ് അക്കാദമിയിൽ CMA സ്റ്റുഡൻ്റാണ്. ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ബോത്ത് പാർട്ട് ക്വാളിഫൈഡ് ആണ്. ബോത്ത് പാർട്ടിലൂടെ ആയിട്ട് എബവ് 400 സ്കോർ ഉണ്ട്. നോർമലി എല്ലാവരും ബോത്ത് പാർട്ട് അറ്റംപ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. അതിനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാം തീർന്ന് ക്വാളിഫൈഡ് ആവുമെന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ബോത്ത് ഗ്രൂപ്പ് എടുത്തത്. അതുപോലെ തന്നെ അബ്ദു സാറാണെങ്കിലും അർഷാദ് സാറാണെങ്കിലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. രണ്ടുപേരും പറഞ്ഞു എടുത്തു നോക്ക്, നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. അതുകൊണ്ടുകൂടിയാണ് ബോത്ത് എടുക്കാനുള്ളൊരു കാരണം. ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇനി എന്താണെന്ന് ചിന്തിക്കുന്നത്. ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോഴാണ് ഇങ്ങനെ കോഴ്സിനെ കുറിച്ചൊക്കെ അനലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് CMA കുറിച്ച് അറിയുന്നത്. മറ്റു കോഴ്സുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ CMA എന്ന് പറയുന്നത് 1 ഇയർ കോഴ്സാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ ആവാമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് CMA എടുത്തത്. അതുപോലെ തന്നെ CMA എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൂടിയാണ് മെയിനായിട്ടുള്ളൊരു കാരണം. ഞാൻ CMA എടുക്കുന്നത് ഡിഗ്രി 3rd ഇയർ പഠിക്കുമ്പോഴാണ്. നിങ്ങൾക്കും CMA പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിഗ്രി കഴിയാൻ കാത്തിരിക്കേണ്ട, അതിന് മുന്നേ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പ് അവൈലബിൾ ആണ്. സ്റ്റുഡൻറ്റ് മെമ്പർഷിപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫഷണൽ മെമ്പർഷിപ്പ് ആകുമ്പോൾ 1 വർഷമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. സ്റ്റുഡൻ്റ് ആകുമ്പോൾ നമുക്ക് 3 ഇയർ മെമ്പർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫീസിലൊക്കെ ഒരുപാട് ഡിഡക്ഷൻസും ഉണ്ട്. ഈ കോഴ്സ് എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് വീട്ടിലാണ് പറഞ്ഞത്. വീട്ടുകാരുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിപ്പിൾ ഐയിലേക്ക് എത്തുന്നത്. പിന്നെ ട്രിപ്പിൾ ഐയിലെ ഫാക്കൽറ്റീസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ നല്ല റിവ്യൂ ആണ് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. അങ്ങനെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ഫാക്കൽറ്റീസിനെയൊക്കെ പരിചയപ്പെടുന്നത്. തുടക്കം മുതൽ തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഡെയിലി ക്ലാസ് നല്ല രീതിക്ക് എടുത്തു തരും. അതുപോലെ തന്നെ ഡൗട്ടൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. നമുക്ക് എപ്പോൾ വേണേലും ഡൗട്ട് ചോദിക്കാം, അവരെപ്പോഴും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കൺസെപ്റ്റൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എടുത്തു തരുന്നുണ്ട്. പിന്നെ സ്റ്റഡി നോട്ട്സൊക്കെ ഫാക്കൽറ്റീസ് തന്നെ പ്രിപ്പയർ ചെയ്ത് തന്നായിരുന്നു. നമുക്ക് ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ട്, ഹോക്ക്, ഗ്ലെയിം അതുപോലുള്ള മെറ്റീരിയൽസ് ഉണ്ട് പഠിക്കാൻ. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി കൺസെപ്റ്റ് ലെങ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഷോർട്ടാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഫാക്കൽറ്റീസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്ത് തന്നായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഫാക്കൽറ്റീസൊക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ച്. പക്ഷേ ഫാക്കൽറ്റീസൊക്കെ എല്ലാത്തിനും കൂടെ നിന്ന് ക്ലാസ്സൊക്കെ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് പോയിരുന്നത്. ബോത്ത് ഗ്രൂപ്പ് എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. 2 ഗ്രൂപ്പ് ഒരുമിച്ച് ക്ലിയർ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് 2 ഓക്കെ ആയിരുന്നു, പക്ഷേ പാർട്ട് 1 എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ 2ലും ക്വാളിഫൈഡ് ആണ്. ബോത്ത് പാർട്ട് എഴുതുക എന്നുള്ള അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഡെയിലി ക്ലാസ്സിലുള്ള നോട്ട് അന്നു പോയി പ്രിപ്പയർ ചെയ്യുക, പിന്നെ ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്യുക. ഇങ്ങനെ പ്രോപ്പറായി ക്ലാസ്സൊക്കെ അറ്റൻറ്റീവായി പോയാൽ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈഡ് ആകാൻ പറ്റും.